വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് വാവുബലി അഥവാ അമാവാസി വ്രതം. പിതൃപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് അമാവാസി. വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന 15ാമത്തെ തിഥിയാണ് അമാവാസി. ചന്ദ്രനിൽ പ്രതിഫലിച്ചെത്തുന്ന സൂര്യപ്രകാശം നിശേഷം ദൃശ്യമല്ലാതാകുന്ന ദിവസമാണിത്. ഈ ദിവസം ചന്ദ്രപ്രകാശം മുഴുവനും മൺമറഞ്ഞ പിതൃക്കളുടെ ആത്മാക്കൾക്ക് ലഭിക്കുന്നു എന്നും അതിനാൽ പിതൃകർമ്മങ്ങൾക്ക് ഈ ദിവസം ഏറ്റവും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ ദിനത്തിൽ ബലിതർപ്പണം നടത്തുന്നത് വളരെ ഉത്തമമാണ്. മരിച്ചുപോയ പിതാവ്, പിതാമഹൻ, പ്രപിതാമഹൻ, മാതാവ്, മാതാമഹൻ, മാതൃപിതാമഹൻ, മാതൃപ്രപിതാമഹൻ, പിതാമഹി, പ്രപിതാമഹി, മാതാമഹി, മാതൃപിതാമഹി, മാതൃപ്രപിതാമഹി എന്നിവർക്കു വേണ്ടിയും അവർക്കെല്ലാം മുമ്പുള്ള പിതൃപരമ്പരകൾക്കു വേണ്ടിയും ആ വംശത്തിൽ പിറന്ന ജീവിച്ചിരിക്കുന്നവർ ബലിതർപ്പണം നടത്തണമെന്നാണ് ശാസ്ത്രവിധി. വംശത്തിൻ്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിക്ക് ഏവരും അമാവാസി വ്രതം അനുഷ്ഠിക്കേണ്ടതാണെന്ന് സ്മൃതികളും പറയുന്നു. സമ്പത്ത്, ആരോഗ്യം, സന്താനവൃദ്ധി ആദ്യമായവയെല്ലാം ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് സാധിക്കുന്നു. ദക്ഷിണായനം ആരംഭിക്കുന്നത് കർക്കിടക മാസത്തിലാണ്. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. ഉത്തരായണകാലം ദേവപ്രധാനവും ദക്ഷിണായനകാലം പിതൃപ്രധാനവുമാണ്. അതിനാൽ കർക്കിടകത്തിലെ അമാവാസിക്ക് പിതൃകർമ്മ വിഷയത്തിൽ സവിശേഷ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. ഈ ദിനം ബലിതർപ്പണം നടത്തുന്നതും ഒരിക്കലൂണ് എന്നിവ അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ഠി മുതൽ അമാവാസി വരെയുള്ള 10 ദിവസങ്ങൾക്ക് മഹാളയ കാലമെന്ന് പറയുന്നു. ഇത് പിതൃക്കളുടെ ഉത്സവകാലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇക്കാലം അന്നദാനം നടത്തുന്നത് അതീവ ശ്രേയസ്കരമാണെന്നും കരുതപ്പെടുന്നു. കുംഭമാസത്തിലെ അമാവാസി മൗനി അമാവാസി എന്നും അറിയപ്പെടുന്നു. മനുവിൻ്റെ ഉൽപ്പത്തി ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം മൗനമാചരിക്കുക, തീർത്ഥസ്നാനം നടത്തുക, ദാനകർമ്മങ്ങൾ നിർവഹിക്കുക എന്നിവയൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. തുലാമാസത്തിലെ അമാവാസിയും ഇതുപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി ആചരിക്കുന്ന പതിവുണ്ട്. തിങ്കളാഴ്ചയും അമാവാസിയും ചേർന്ന് വരുന്ന ദിവസമാണ് അമാസോമവാരം. അതിശ്രേഷ്ഠമായ പുണ്യകാലമാണിത്. വ്രതം, ദാനം, തീർത്ഥസ്നാനം എന്നിവ ഈ ദിനത്തിൽ നിർബന്ധമായും നടത്തേണ്ടതാണ്. സ്ത്രീകൾക്ക് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് അതീവ വിശേഷമാണ്. ഈ ദിവസം അരയാലിനെ 108 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്ന പതിവുമുണ്ട്.